ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അല്ലേ? കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഈ വരുന്ന ജൂലൈ 16 തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ദിവസമുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തു. അതായത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് KGTE ഇംഗ്ലീഷ് ലോവർ ടൈപ്പ് റൈറ്റിങ്ങും അതിനോടൊപ്പം തന്നെ വേർഡ് പ്രോസസ്സിങ്ങും, അതുപോലെ തന്നെ KGTE ലോവർ മലയാളം ടൈപ്പ് റൈറ്റിംഗും SSLC ആണ് ഇതിൻ്റെ ഒരു മിനിമം യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ളവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇനി ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോടും പറയാം ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു അവസരമാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷ എന്നാവും, ഇനി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതായിരിക്കും ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രിലിംസ് ഒന്നുമില്ല, മെയിൻ എക്സാം മാത്രമാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു മെയിൻ എക്സാമിന്റെ 100 മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്കും, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്കും, ടൈപ്പ് റൈറ്റിംഗ് 10, ജനറൽ ഇംഗ്ലീഷ് 20, റീജിയണൽ ലാംഗ്വേജ് മലയാളം കന്നഡ ഓർ തമിഴ് 20. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു സിലബസ് കൃത്യമായിട്ട് വരുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ ഇപ്പോഴേ പഠിക്കണോ, എന്തിനെപ്പോഴേ പഠിച്ചു തുടങ്ങണേ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ എപ്പോഴാണ് ഒരു പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങേണ്ടത്? നമ്മൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങണം. ചില പരീക്ഷകൾ നമുക്കറിയാം, ഇനി വരുന്ന 2026 അവസാനം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ എന്നിട്ട് എന്താ വിചാരിക്കും, ഇനി അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാം. പക്ഷെ പലപ്പോഴും തയ്യാറെടുപ്പുകൾ എപ്പോഴാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കൊടുക്കുന്ന ആ ഒരു തീയതിയോട് അടുപ്പിച്ചിട്ടാണ് പലരും തുടങ്ങുന്നത്. ചിലർക്ക് കാരണങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് ഒരു കാരണങ്ങളും ഉണ്ടാവില്ല. നമ്മളെന്താ, നമ്മുടെ ഒരു മനസ്സിലൊരു മടിയുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം പഠിക്കാതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം റിവിഷൻ ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടും. നമുക്ക് പഠിക്കാനൊന്നുമല്ല ബുദ്ധിമുട്ട് അല്ലേ? പലപ്പോഴും ഇത് ഓർത്തെടുക്കാനും ചോദ്യങ്ങളെ കാണുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താനും ഇതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതായത് വേർഡ്, പവർ പോയിന്റ്, എക്സൽ അല്ലെ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുറേ പേരൊക്കെ ഈ വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഗ്യാപ്പ് വന്നവരുണ്ടാവും, വെറുതെ ഇരിക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പൊ അവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. ഓൾറെഡി ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ്, ഒരു ഡാറ്റ എൻട്രി പോസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് കുറച്ചുകൂടെ എന്താണ് MS ഓഫീസുമായിട്ട് കുറച്ചുകൂടെ പരിചയമൊക്കെ ഉണ്ടാവും. അവർക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളെ കുറച്ചുകൂടെ ഈസി ആയിട്ട് അഭിമുഖീകരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ കുറേ കാലമായി ടൈപ്പ് റൈറ്റർ കണ്ടിട്ടും അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ പാസ്സായതിനു ശേഷം ഇത്രയും കാലത്തെ ഗ്യാപ്പിനിടയ്ക്കാണ് ഞാൻ ഇനി ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക തന്നെ വേണം അല്ലേ? അപ്പോൾ നമുക്ക് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അവിടെ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഈ ഒരു 10 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. മനസ്സിലായോ? അവിടെ സ്ഥിരം ചോദിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അവിടെ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൻ്റെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കീബോർഡും അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 3, 4, 5 ഭാഗങ്ങളിലാണ്. ഇവിടെ ഇംഗ്ലീഷ് സാധാരണ ഒരു LDC പരീക്ഷയോ അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഇംഗ്ലീഷ് 10 മാർക്കിനാണ് വരാറ് അല്ലേ? ഇവിടെ 20 മാർക്ക് ഉണ്ട്. അവിടെ നമുക്ക് കോംപ്രിഹെൻഷൻ ഉണ്ടാവാം, പിന്നെ എന്താണ് ചിഹ്നം ആഡ് ചെയ്യാനൊക്കെ ആയിട്ട്, സൈൻ ആഡ് ചെയ്യാനായിട്ട് ഇല്ലേ, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകാം. പിന്നെ എന്താണ് അബ്രീവിയേഷൻസ് ഉണ്ടാവാം. അതായത് നമ്മൾ ഒഫീഷ്യൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ടെൻഡറുകളൊക്കെ അയക്കേണ്ടി വരുമ്പോൾ നമ്മൾ അതിൽ കുറേ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ, അബ്രീവിയേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലി ആയിട്ട് സർക്കാർ മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് അബ്രീവിയേഷൻസ് ഉണ്ട്, അവയെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ
നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ അഡ്വൈസ് വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. പലർക്കും ഇംഗ്ലീഷൊക്കെ ഭയങ്കര പാടുള്ളവരുണ്ടാവും. പക്ഷെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേ വേണ്ട. അവിടെ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഗ്രാമർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ സ്ഥിരമായി നമ്മൾ പഠിക്കുന്ന സാധാരണ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനോ LDCക്ക് ഒക്കെ പഠിക്കുന്ന ഭാഗങ്ങൾ. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നോക്കണം, വൊക്കാബുലറി ഭാഗങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് തന്നെയാണ് മലയാളത്തിലും. നമുക്ക് വൊക്കാബുലറിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നൽകണം. അർത്ഥം, പര്യായം, ഇങ്ങനത്തെ ഭാഗങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്, കൃത്യമായിട്ട് അതിനെ ഒന്ന് അടക്കി പെറുക്കി പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. നല്ലൊരു സമയം തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുന്ന സമയമാണ്. എക്സാം ഡേറ്റ് ഒന്നും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരു എന്താ പറയുക, എക്സാമിനോട് അടുപ്പിച്ച് പഠിച്ചു തുടങ്ങുന്നതിലും നല്ലത് നമുക്ക് പരീക്ഷ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ, പരീക്ഷ എഴുതണം എന്നുള്ള ധാരണ നിങ്ങളുടെ മനസ്സിൽ വന്നു. അപ്പം ഇനി പഠിച്ചു തുടങ്ങുക എന്നുള്ള കാര്യം കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർക്കായിട്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ PSCയുടെ പുതിയ അപ്ഡേഷൻസ് എല്ലാം തന്നെ ഈ ഒരു ചാനൽ വഴിയായിരിക്കും നിങ്ങളെ അറിയിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്